ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കുന്ന ഒരു ശുശ്രൂഷ സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയും താല്പര്യവുമെല്ലാം ഈ വചനത്തോടും ഈ പരിശുദ്ധ അൽത്താരയോടും ചേർന്നിരിക്കാനായി നമ്മൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിളൊക്കെ ഉള്ളവർ ബൈബിൾ എടുക്കണം. നോട്ട് ബുക്ക് ഉണ്ടെങ്കിൽ നോട്ട് ബുക്ക് എടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനമൊക്കെ എഴുതിയെടുത്ത് പഠിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. ഇല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. നമ്മൾ അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം നമ്മൾ മറന്നുപോകും. ഒരു പക്ഷെ ചിലർ വിചാരിക്കും, പിന്നെ ഇതൊക്കെ എനിക്കറിയാം, എനിക്ക് നല്ല മെമ്മറി പവറാണെന്നൊക്കെ പറയും. നമ്മുടെ അവസ്ഥ നമുക്ക് നന്നായിട്ടറിയാം, അല്ലേ? അപ്പം അതുകൊണ്ട് ചെയ്യാവുന്നൊരു നല്ല കാര്യം, വചനമൊക്കെ എഴുതിയെടുത്ത് പഠിച്ചാൽ അതിൻ്റെ അഭിഷേകം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു നല്ല വചനം, അത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നാണ്. സങ്കീർത്തനം 116 അതിൻ്റെ 10-ാം തിരുവചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 116 വേഴ്സ് 10. സങ്കീർത്തനം 116 അതിൻ്റെ 10-ാം തിരുവചനമാണ്. വചനം ഇങ്ങനെയാണ്: ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തകനായ ദാവീദ് പറയാണ്, ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി വചനം ഏറ്റു പറഞ്ഞേ, ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു, കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് കാത്തു സൂക്ഷിച്ചു? വിശ്വാസം. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു, വലിയ പ്രതിസന്ധിയിൽ പെട്ടു, വലിയ ഞെരുക്കത്തിൽ പെട്ടു. പക്ഷേ സങ്കീർത്തകനായ ദാവീദ് പറയുവാണ്, പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസം വിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തകനായ ദാവീദ് ഈ കാലഘട്ടത്തിൽ ലോകത്തോട് പ്രഖ്യാപിക്കണമെന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുന്ന വചനമാണ്. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, ഉള്ളിൽ വിശ്വസിച്ചോണം. നിന്റെ ജീവിതത്തിൽ കൊടിയ ദുരിതത്തിൽ, ദുഃഖത്തിൽ, ഭാരത്തിൽ, കണ്ണുനീരിലകപ്പെടുമ്പോഴും സങ്കീർത്തകനായ ദാവീദ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം കളയാതെ ജീവിക്കാൻ. ഐ ബിലീവ്ഡ് ഈവൻ വെൻ ഐ സെഡ് ഐ ആം ഗ്രേറ്റ്ലി അഫ്ലിക്റ്റഡ്. ഐ ബിലീവ്ഡ് ഈവൻ വെൻ ഐ സെഡ് ഐ ആം ഗ്രേറ്റ്ലി അഫ്ലിക്റ്റഡ്. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, കൈതാത്തിക്ക്. ഈ വചനം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർക്ക് വേണ്ടി കർത്താവ് സമ്മാനിക്കുന്ന ഒരു കാര്യമാണ്. 1-2 കുഞ്ഞ് ഉദാഹരണങ്ങൾ പറയാം. ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ് വളരെ സ്വപ്നങ്ങളും പ്രതീക്ഷകളോടും കൂടെ കല്യാണം കഴിഞ്ഞ്, എന്നാൽ വിചാരിച്ചതുപോലെയൊന്നും അല്ല വിവാഹ ജീവിതത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ള സങ്കടവുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഈ സ്ത്രീ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അച്ഛാ, ഞാൻ ഈ കല്യാണം പ്രാർത്ഥിച്ചിട്ട് തെരഞ്ഞെടുത്തതാണ്. ഞാൻ കണ്ടുപിടിച്ചതല്ല, പ്രാർത്ഥിച്ചിട്ട് ധ്യാനിച്ചിട്ട് കണ്ടുപിടിച്ചതാണ്. എന്നിട്ടും എന്താ ഇങ്ങനത്തെ ഒരാള്? ഇത് വഴിയിൽ നിന്ന് കിട്ടിയതല്ല, ഞാൻ പ്രേമിച്ച് കണ്ടുപിടിച്ചതല്ല, മറിച്ച് അച്ഛാ ഞാൻ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എൻ്റെ കയ്യിൽ തന്നതാ. എന്നിട്ടും എന്താ
ഇങ്ങനത്തെ ഒരാള് ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഉള്ളിൽ സമാനമായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടാവും അല്ലേ? മറ്റൊരു പഠിക്കുന്ന കുട്ടി ഇങ്ങനെ എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് ശേഷമല്ലേ ഞാൻ ആ കോഴ്സ് തിരഞ്ഞെടുത്തത്. ഒത്തിരി കൗൺസിലേഴ്സ്, ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളുകളോട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ആ കോഴ്സ് തിരഞ്ഞെടുത്തത്. എന്നിട്ട് എനിക്കെന്താ ഇങ്ങനെ? കാരണം ഈ പെൺകുട്ടി ആ കോഴ്സ് പഠിച്ചിട്ട് അത് കാര്യങ്ങൾ ശരിയായില്ല, വലിയ ദുരിതത്തിൽ. എന്നിട്ടെന്താ ഇങ്ങനെ? വിദേശത്ത് പ്രാർത്ഥിച്ചിട്ട് പോയതാ. പ്രാർത്ഥിച്ചിട്ട് വിദേശത്ത് ജീവിക്കാൻ മെസ്സേജ് കിട്ടിപ്പോയ ആളാണ്. അവിടെ ചെന്ന് വലിയ ദുരിതം. അപ്പൊ ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള ചോദ്യം, ഇത്രയും പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഞാൻ അവിടെ എത്തിയത്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എത്തിയിട്ടും എൻ്റെ അവസ്ഥ എന്താ ഇങ്ങനെ? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യം, അവിടുന്ന് കുറച്ച് നേഴ്സുമാരുടെ കണ്ണുനീരോടുകൂടെയുള്ള ഒരു പ്രാർത്ഥനാ സഹായം നിങ്ങളുടെ മുമ്പിലേക്ക് അവർ പറയാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അച്ഛാ, ഇവിടെ ഈ യുദ്ധവും ഭീതിയൊക്കെ വന്നതിന് ശേഷം ഞങ്ങളുടെ പലരുടെയും ജോലി തെറിച്ചോണ്ടിരിക്കുക. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് അച്ഛാ, ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോഴാണ് ടെർമിനേഷൻ ലെറ്റർ മുമ്പിൽ ഇരിക്കുന്നു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയുന്നില്ല. ഇനി നിങ്ങൾ ജോലിക്ക് വരണ്ട. അച്ഛ എങ്ങോട്ട് പോകും? എന്ത് ചെയ്യും? ഇനി നീ നാട്ടിലോട്ട് തിരിച്ചു വന്നാൽ എന്താകും? എന്നിട്ട് ഇവര് പറയുന്ന അടുത്തൊരു കാര്യം, അച്ഛാ, എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നുണ്ട്, എല്ലാ ദിവസവും ഞങ്ങൾ സാധിക്കുന്നിടത്തോളം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ? ഇതാണ് ചോദ്യം. അതായത് പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, ദൈവത്തോട് ആലോചന ചോദിക്കാഞ്ഞിട്ടല്ല, പക്ഷേ കൊടിയ ദുരിതം, കൊടിയ തകർച്ച, കൊടിയ അവസ്ഥ. ഇവിടെ ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെ ഉള്ളിൽ ഇപ്രകാരം ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ന് ദാവീദ് നമ്മളോട് പറയുവാണ്, ഞാൻ കൊടിയ ദുരിതത്തിലകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സാധാരണഗതിയിൽ എന്തെങ്കിലും ദുരിതം, തടസ്സം, ഭാരം ഉണ്ടാകുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് എന്നതാ? വിശ്വാസം. നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെയൊക്കെ കുടുംബത്തിൽ അങ്ങനെയുള്ളവരുണ്ടല്ലോ, ഇടവകയിലുണ്ടല്ലോ, ആദ്യം നഷ്ടപ്പെടുന്ന വിശ്വാസമാണ്. എനിക്ക് പരിചയമുള്ളൊരു കുടുംബത്തിലെ കുടുംബനാഥ, ജീവിത പങ്കാളി ഒരു അപകടത്തിൽ മരിച്ചു. അതിനുശേഷം ഇന്നു വരെ പള്ളിയിൽ പോയിട്ടില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, വീട്ടിൽ തന്നെ അടച്ചുപൂട്ടി ഇരിപ്പാണ്. കാരണം ഇങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ അപകടത്തിൽ മരിക്കുവോ? ഈ സ്ത്രീയുടെ ചോദ്യം. ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പള്ളിയിൽ പോവില്ല. വീട്ടുകാർ പലരും പറഞ്ഞു, എടി നീ പള്ളിയിലൊന്നു പോ, ഒരാശ്വാസം. ഇല്ല, ഇങ്ങനെ ഇല്ല, എനിക്ക് വിശ്വാസമില്ല, എൻ്റെ ഭർത്താവിൻ്റെ മരണം എനിക്ക് താങ്ങാൻ പറ്റിയിട്ടില്ല, ഇനി എനിക്ക് വിശ്വാസം വേണ്ട, എനിക്ക് പള്ളി വേണ്ട, പ്രാർത്ഥന വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെയുള്ളവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തിരിച്ചറിയാൻ വേണ്ടി പറയുക, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദുരിതം വരുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് വിശ്വാസമാണ്. എല്ലാ ഞായറാഴ്ചയും ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അവൻ നല്ല മിടുക്കനാണ്. അവന്റെ ജീവിതം സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ജീവിത വഴികളിൽ അവന്റെ വിവാഹ ജീവിതത്തിന്റെ ഭാരങ്ങളൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവൻ പള്ളിപ്പോക്ക് നിർത്തി. ആദ്യം ചെയ്ത കാര്യം പള്ളിപ്പോക്ക് നിർത്തി. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എടാ, ഇത് മര്യാദയില്ലാത്ത പരിപാടിയാണ്. നീ പള്ളിയിൽ പോണം, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, കുമ്പസാരിക്കണം. ഇതൊക്കെ പറഞ്ഞപ്പോൾ അവൻ തിരിച്ചു പറഞ്ഞത്, അച്ഛാ, എൻ്റെ അവസ്ഥ അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം ഞാൻ ഇപ്പോൾ കടന്നു പോകുന്ന ഈ അവസ്ഥയിൽ ഈ പള്ളിയും പ്രാർത്ഥനയും വിശ്വാസം ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ദുരിതം വരുമ്പോൾ ആദ്യം നിന്നിൽ നിന്ന് പിശാച് എടുത്തുകൊണ്ട് പോകുന്നത് നിന്റെ വിശ്വാസമാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ദുരിതം വരുമ്പോൾ ആദ്യം നിന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് വിശ്വാസമാണ്. എന്നതാ പറഞ്ഞേ? എന്തോ പറഞ്ഞു. ദുരിതം വരുമ്പോൾ, പ്രശ്നം വന്നാൽ ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്നും
പിശാച് എടുത്തോണ്ട് പോകുന്ന നമുക്ക് ഈ തമ്പുരാൻ കർത്താവിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് ദാവീദ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. സ്വർഗ്ഗത്തിലെ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് പൗലോസ്ലീഹ ഒരു നല്ല കാര്യം പറയുന്നു, വായിച്ചാലോ? വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം പുസ്തകം അതിന്റെ 4-ാം അധ്യായം 13-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു കൊറിന്ത്യൻസ്, സെക്കൻഡ് ലെറ്റർ, ചാപ്റ്റർ 4 വേഴ്സ് 13. 4-ാം അധ്യായം 13-ാം തിരുവചനം. 4-ന്റെ 13-ാം കിട്ടിയെങ്കിൽ വായിച്ചേ. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവന്റെ വിശ്വാസ ചൈതന്യം തന്നെ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങളും വിശ്വസിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അതായത് പൗലോസ്ലീഹ പറയാണ്, ദേ ഞങ്ങൾ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു. ഇത് പറയുമ്പോൾ എന്താണ് പൗലോസ്ലീഹയുടെ അവസ്ഥ എന്നറിയോ? നിങ്ങൾ അതിന്റെ തൊട്ട് മുമ്പ് ആ 8-ാം തിരുവചനം തൊട്ടൊന്ന് വായിച്ചേ. 8-ാം തിരുവചനം, ചാപ്റ്റർ 4 വേഴ്സ് 8. ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. അടുത്ത വചനം, പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? ഉണ്ടോ? ചിലരിങ്ങനെ മിഴിച്ചിരിക്കുക. ഇതൊന്നും അല്ല, ഇതിനേക്കാൾ കൂടുതലാണ്. ആണോ? പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നുണ്ടോ? ഉണ്ടെന്ന്. ഇരിക്കണ ഇരിപ്പ് കണ്ട എനിക്കറിയാലോ, ഞെരുങ്ങിയിരിക്കുമല്ലേ, ഞെരുക്കപ്പെട്ടിരിക്കുകയെന്ന് വചനം പറയുന്നു. ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. അടുത്ത വചനം, വിഷമിപ്പിക്കപ്പെടുന്നുണ്ടോ? ഉണ്ടോന്ന്? അതേ ഉള്ളൂ, വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്നു, ഉണ്ടോ? ഉണ്ടെന്ന്. പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു. കൈ കൊണ്ടുള്ള അടി, കാലുകൊണ്ടുള്ള തൊഴി, അതിനേക്കാളും നാവ് കൊണ്ടുള്ള അടിയും തൊഴിയും. നാവ് കൊണ്ടേ ഇങ്ങോട്ട് ധ്യാനത്തിനൊക്കെ ഇന്ന് ഇങ്ങോട്ട് പോന്നപ്പോ തന്നെ ചിലര് നാവ് കൊണ്ട് ചില തൊഴി കിട്ടിയിട്ട് വന്നിരിക്കുക അല്ലേ? പിന്നെ നീ പോട്ടെ എന്നാ കിട്ടാൻ? നിനക്ക് വേറെ ഒരു പണിയില്ലേ? അപ്പൊ ഇത് ഏതാ? നാവ് കൊണ്ടുള്ള തൊഴിയും അടിയും കിട്ടിയിട്ടാ വന്നിരിക്കുന്നത്. വചനം പറയുന്നു, അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. പൗലോസ്ലീഹ ഇത് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തെ കുറിച്ചാണ്. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ രോഗപീഠ, ഓരോ അടിച്ചു വീഴ്ത്തപ്പെടുന്ന ഞെരുക്കം, ഭാരം, ഇതിനെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശരിയാണ്, ഞെരുക്കങ്ങൾ, പ്രശ്നങ്ങൾ എല്ലാം ഉണ്ട്, പക്ഷേ ഞാൻ എൻ്റെ വിശ്വാസം വിടത്തില്ല. യെശയ്യായുടെ പ്രവചനം ഒന്ന് തുറന്നേ. ബുക്ക് ഓഫ് ഐസയ, ചാപ്റ്റർ 8 വേഴ്സ് 17 and 18. യെശയ്യായുടെ പ്രവചനം അതിന്റെ 8-ാം അധ്യായം 17-ഉം 18-ഉം തിരുവചനം വായിക്കാം. യാക്കോബിന്റെ ഭവനത്തിൽ നിന്ന് തന്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എന്റെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. കണ്ടോ? ഒന്നും കൂടെ വായിച്ചേ. 8-ാം അധ്യായം 13-ഉം 14-ഉം 15-ഉം വായിച്ചോ. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിന്റെ ഇരുഭവനങ്ങളെയും നിലം പതിപ്പിക്കുന്ന പാറയും ജെറൂസലേം നിവാസികൾക്ക് കൊടുക്കും. 17-ാം തിരുവചനം പറയാണ്, യാക്കോബിന്റെ ഭവനത്തിൽ നിന്ന് തന്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എന്റെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് വചനം ഒന്ന് ഏറ്റു പറഞ്ഞേ. ഒച്ചത്തിൽ പറയണം കേട്ടോ, നല്ല ഒച്ചത്തിൽ ഒന്ന് ഏറ്റു പറഞ്ഞോണേ. അതായത് യെശയ്യായുടെ പ്രവചനം 8-ാം അധ്യായം അതിന്റെ
8-ാം അധ്യായം 17-ാം തിരുവചനം. 8-ാം അധ്യായം 17-ാം തിരുവചനം ഉച്ചത്തിൽ പറയാം. യാക്കോബിന്റെ ഭവനത്തിൽ നിന്ന് തന്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എന്റെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. മുഖം മറയ്ക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ എന്റെ വിശ്വാസം ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ എന്റെ വിശ്വാസം ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. കാര്യം എന്നാ? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നു. പക്ഷേ കർത്താവേ, അങ്ങയിലുള്ള വിശ്വാസം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. വലതുകര ഉയർത്തി വെച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കൊടിയ ദുരിതത്തിൽ അകപ്പെട്ട ജോബ് എന്തു പറഞ്ഞു? ജോബിന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 15-ാം തിരുവചനം. ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 13 വേഴ്സ് 15. ജോബിന്റെ പുസ്തകം, അതെ വായിച്ചേ. പ്രത്യാശയറ്റ എന്നെ ദൈവം വധിച്ചാൽ തന്നെ എന്ത്, കണ്ടാ, എങ്കിലും അവിടുത്തെ മുഖത്ത് നോക്കി ഞാൻ വാദിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടുന്ന് എന്നെ കൊന്നാലും ഞാൻ അവിടത്തിൽ പ്രത്യാശ വയ്ക്കുന്നു. മറ്റൊരു വ്യാഖ്യാനം അങ്ങനെയാണ്. അവിടുന്ന് എന്നെ കൊന്നാലും, ജോബ് പറയുക, ഈ രോഗം വന്ന് ഞാൻ നശിച്ചാലും, ഞാൻ ഇല്ലാണ്ടായാലും ഞാൻ അങ്ങയിൽ പ്രത്യാശ വയ്ക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമുക്കുള്ളൊരു ദൂതാണ്, നമുക്കുള്ളൊരു സ്വർഗീയ സന്ദേശമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം, ഏറ്റെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും, പ്രതീക്ഷിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയില്ലെങ്കിലും കർത്താവിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം. പറഞ്ഞേ ആമേൻ, ആമേൻ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞേ, സകലതും തകർന്നാലും ദൈവത്തെ ഉപേക്ഷിക്കരുത്. പറഞ്ഞു കൊടുത്തേ, സകലതും തകർന്നാലും ദൈവത്തെ ഉപേക്ഷിക്കരുത്. സകലതും തകർന്നാലും ദൈവത്തെ ഉപേക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ഉള്ളിന്റെ ഉള്ളിൽ വിശ്വസിച്ചോണം. സകലതും തകരും, സകലതും തകരും, പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം ഒട്ടും നമ്മൾ കളഞ്ഞേക്കരുത്. മുറുകെ പിടിച്ചോണം, മുറുകെ പിടിച്ചോണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദിവ്യകാരുണ്യ നാഥന്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളിലും വലിയ ദൈവ കൃപ കണ്ടെത്തി അതിൽ നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ പരിശുദ്ധ അൾത്താര നിന്നെ പഠിപ്പിക്കുകയാണ്. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. സങ്കീർത്തനം 116 വചനം 10. യെസ്, ഐ ബിലീവ്ഡ് ഈവൻ വെൻ ഐ സെഡ് ഐ ആം ഗ്രേറ്റ്ലി അഫ്ലിക്റ്റഡ്. ഐ ആം ഗ്രേറ്റ്ലി അഫ്ലിക്റ്റഡ് ബട്ട് ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വ്യക്തിയും ചിന്തിക്കുക, നിന്റെ വിശ്വാസ അനുഭവങ്ങൾ എവിടെയെങ്കിലും പതറിപ്പോയിട്ടുണ്ടോ? ഏതെങ്കിലും സംഭവങ്ങളോട് ബന്ധപ്പെട്ട് നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? എങ്കിൽ തിരിച്ചു പിടിക്കാൻ കർത്താവ് ഒരുക്കിയൊരു സമയമാണ്. ജോബിന്റെ പുസ്തകം 13:15. പ്രത്യാശയറ്റ എന്നെ ദൈവം വധിച്ചാൽ തന്നെ എന്ത്, എങ്കിലും അവിടുത്തെ മുഖത്ത് നോക്കി ഞാൻ വാദിക്കും. ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കും, എൻ്റെ ദൈവത്തോട് ചേർന്നിരിക്കും. ഇതൊരു തീരുമാനമാണ്. ഏതെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൻ്റെ കൊത്ത നടുവിൽ എൻ്റെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വലിയ ഒരു ബലം. ദാനിയേലിൻ്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം. 3 യുവാക്കൾ തീച്ചൂളയ്ക്കുള്ളിൽ കിടക്കുമ്പോഴും അവർ പഠിപ്പിക്കുന്നൊരു പാഠം, ഞങ്ങൾ ഈ തീച്ചൂളയ്ക്കുള്ളിൽ കടന്ന് വെന്തെരിഞ്ഞാലും തമ്പുരാനെ, അങ്ങയിലുള്ള വിശ്വാസത്തെ ഞങ്ങൾ തള്ളിപ്പറയില്ല, ഞങ്ങൾ തള്ളിപ്പറയില്ല. ഇത് വലിയൊരു ബോധ്യമാണ്.
യെശയ്യായുടെ പ്രവചനം 8-ാം അധ്യായം നിനക്ക് നൽകുന്നു 17-18. മുഖം മറച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നു, പക്ഷേ എൻ്റെ കർത്താവിനെ ഞാൻ പിടിവിടത്തില്ല. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും എൻ്റെ ദൈവത്തെ ഞാൻ പിടിവിടത്തില്ല. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 17-18. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിവള്ളിയിൽ ഫലങ്ങളില്ലാതായാലും ആലയിൽ ആടുകൾ അറ്റുപോയാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും. കാരണം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. അവിടുന്നാണ് എൻ്റെ ദൈവം, അവിടുന്നാണ് എൻ്റെ ദൈവം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഈ ശുശ്രൂഷ സമയത്ത് ഏറ്റെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അനേക സംഭവങ്ങൾ തെളിഞ്ഞു വരും. വീട്ടിലുണ്ടായ ആരുടെയെങ്കിലും മരണം, അത്രയും പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണം നമുക്ക് വല്ലാത്തൊരു ഭാരമായിരിക്കും. 100,000 ചോദ്യങ്ങൾ അതിനോട് ചേർന്നുണ്ട്. എന്തുകൊണ്ടിങ്ങനെ? എന്തുകൊണ്ട് ഞാനിങ്ങനെ സഹിക്കുന്നു? നിന്റെ കുടുംബത്തിലുണ്ടായ ഏതെങ്കിലും സാമ്പത്തിക ദുരിതങ്ങൾ, ആരെങ്കിലും നിന്നെ പറ്റിച്ചത്, വല്ലാത്ത വിഷമമുണ്ടാവും മനസ്സിൽ. ദൈവമേ, എന്തുകൊണ്ടാ ഇങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ വിചാരിക്കുന്നത് പോലെയൊന്നും പലപ്പോഴും കാര്യങ്ങൾ നടക്കുന്നില്ല. ഒരുപക്ഷെ മക്കളെ ഓർത്ത് വല്ലാണ്ട് ഭാരപ്പെടുന്നവരുണ്ട്. ജീവിതത്തിൽ ജോലി എന്താകും? ജോലി, കുടുംബജീവിതം ഇതെങ്ങനെ മുന്നോട്ട് നീങ്ങും? മക്കളുടെ അഡ്മിഷന്റെ കാര്യങ്ങൾ എന്താവും? 100,000 പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒത്ത നടുവിൽ ഇതാ ഈ പരിശുദ്ധ അൾത്താര പറയുന്നു, നീ അള്ളിപ്പിടിച്ചോണം തമ്പുരാൻ കർത്താവിനെ, പിടിവിടരുതേ, അള്ളിപ്പിടിച്ചോണം. കാരണം നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, ദൈവം നിന്നോടും ചേർന്ന് നിൽക്കും. കർത്താവെ, അങ്ങ് അത്ഭുതകരമായി ഇടപെടണമേ. പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ, ആരാധന യേശുവേ, ആരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,